കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇന്നു മുതൽ വീണ്ടും അനിശ്ചിതകാല സമരത്തിലേക്ക്. സൗജന്യ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കുക, എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരിക്കും സമരം. മൊയോലം സ്വദേശി ലതികയുടെ മകൻ അനിരുദ്ധിന് വയസ്സു 17. എൻഡോസൾഫാൻ ദുരിതബാധിതനാണ്. ഇവർക്ക് സൗജന്യമായി ലഭിച്ചിരുന്ന മരുന്ന് മുടങ്ങിയിട്ട് 5 മാസത്തോളമായി. 5 മാസത്തോളമായി മരുന്ന് നീതികളിൽ നിന്നെല്ലാം കിട്ടുന്ന മരുന്ന് കിട്ടാതായിട്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് മരുന്ന് മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം തളർന്നു കഴിഞ്ഞു. അതുതന്നെ ആയിരിക്കും ഒരു പക്ഷേ ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ട്. രോഗം കാരണം ഞങ്ങൾ ടയേർഡായി, ഞങ്ങൾ രക്ഷിതാക്കളായാലും അമ്മമാരായാലും. അതുകൊണ്ട് സമരത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി എല്ലാവരെയും മന്ത്രിമാരെയും എല്ലാവരെയും കാണാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര അമ്മമാർ, കരയാൻ കണ്ണുനീർ ബാക്കിയില്ലാത്തവർ. എൻഡോസൾഫാൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ജീവിതം പാതി വഴിയിലായ ചെർക്കളയിലെ സെഫീറയുടെ മാതാവ് ഖദീജയുടെ വാക്കുകൾ കൂടി കേൾക്കുക. ഇതിന് കുറേ പൈസ ഒരു മാസത്തിൽ 2500 രൂപ എല്ലാന്നൊക്കെ മരുന്നെടുക്കും. അത് പകുതി മരുന്ന് ഞാൻ എടുക്കുന്നുണ്ടത്. എഴുതി തന്ന മരുന്ന് തേച്ചു എടുക്കുന്നില്ല. ഡോക്ടർ എഴുതി തന്ന മരുന്ന് പകുതി എടുക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ചെയർമാനായ എൻഡോസൾഫാൻ സെല്ലിന്റെ യോഗം ചേർന്നിട്ട് 1 വർഷം പിന്നിട്ടു. പരാതി പറയാൻ പോലും ഇടമില്ലെന്ന് ചുരുക്കം. സമരവുമായി തെരുവിലേക്ക് ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ദുരിതബാധിതർ. അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്.